ഒരു ജീപ്പിൽ കണ്ടേനെ, അത് ജീപ്പിൽ വെറുതെ എന്തിനാണ് കീറി പൊളിക്കുന്നത്? അമ്മയ്ക്കൊരു സോപ്പ് കൊടുത്തതല്ലേ? അപ്പൊ അമ്മയെങ്കിലും കുളിക്കല്ലേ? ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമാ. വളിച്ച തമാശകൾ പാടില്ല കേട്ടോ. ഓ, നമുക്ക് പോവാം. അയ്യോ ലോലിയത്തില്ലല്ലോ. അവനവിടെ പോയി. അത് ശരി, ഇവൻ ഈ പണി ഇതുവരെ നിർത്തിയില്ല അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പഴഞ്ചൊല്ല്? ഓഹോ, അങ്ങനെ ഒരു ചൊല്ലുണ്ടോ? ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ, പ്രഥമ ദർശന അനുരാഗം. സത്യം പറഞ്ഞ എനിക്ക് കുട്ടിയോട് തോന്നിയത് അതാ. വണ്ടിയിലിരുന്നപ്പോ കുട്ടി എന്നെ തന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാ ഒരു മിസൈൽ പോലെ പറന്നെത്തിയത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കുട്ടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നതിനേക്കാൾ ഇതാ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, അദ്ദേഹം പറയുന്നല്ലേ നല്ലത്. അതെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി. ഹൗ ആർ യു? സർ. ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. ശരിക്കും ചെത്താൻ കണക്കാക്കിയാണല്ലേ പുറപ്പാട്. എക്സ്ക്യൂസ് മീ സർ, ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സുകൾ എപ്പോഴാ തുടങ്ങുന്നത്? മനസ്സിലായി, ജൂലൈ 5. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ പ്രിയ സഹപാഠികളെ, പാടികളെ, ഈ കലാലയത്തിന്റെ രോമാഞ്ചങ്ങളെ, മാഞ്ചങ്ങളെ, കാതലന്മാരെ, കാലടികളെ, നവാഗതർക്ക് സ്വാഗതമരുളുന്ന ഈ വേളയിൽ ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നലെ വരെ നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ജനറൽ ആശുപത്രിയിലെ ജനശൂന്യമായ ജനറൽ വാർഡിലെ 16 നമ്പർ ബെഡിൽ വിശ്രമിക്കുകയാണ്. അല്ലല്ല, കിടക്കുകയാണ്. നിന്റെ വാപ്പ കുഞ്ഞിപ്പോക്കറി ഇത്തിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് 2 പെഗടിക്കാനുള്ള 4 കാശമാക്കാൻ നോക്കണ കോക്കാനെ. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രി കിടക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയ സഹോദരന്റെ വിലപ്പെട്ട ജീവൻ നമ്മളൊക്കെ കൂടി രക്ഷിച്ചല്ലേ പറ്റൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയി. നല്ല പോളിംഗ് ആണല്ലോ. പോളിങ്ങിനെ പറ്റി സംസാരിക്കാൻ ശേഷമോ? അല്ല, ശേഷിയില്ലാത്ത സുപ്രു ശേഷി കൂട്ട 50 രൂപ വരോ? അത് വേണ്ട. ലോക ബാങ്കിനോട് കുറെ കാശ് കടം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. എന്താ അത്യാവശ്യം കുറെ ഞങ്ങൾ ചിരക്കാൻ നിൽക്കില്ല, കാശിട്ട് പോടാ. ചില്ലറ ഇല്ലല്ലോ ചേട്ടാ. ചില്ലറ വാങ്ങാൻ ഞങ്ങൾ എന്താ തെണ്ടി കാണോടാ? തെണ്ടി, കാശിട്ട് പോടാ. നോട്ടാണേലും ഈ ഹോട്ടലിലൂടെ അങ്ങ് വീണോളും. ഇട്ടിട്ട് പോടാ. 50 ആണോ അതോ 100 ആണോ? ഇനിയിപ്പൊ ഗാന്ധിത്തലയാണെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാം. എന്നതിന് ചേട്ടൻ ചെല്ലേ. പോ. അല്ല ചേട്ടാ, ബാക്കി കാശ്. ബാക്കി കാശ് അവിടെ? ബാക്കി കാശ് ബാക്കിലുമില്ല, ഫ്രണ്ടിലുമില്ല കാശ്. പോടാ. ട്രാൻസ്പോർട്ട് ബസ്സിലോ ട്രിപ്പ് പോയ പോടാ. വീട്ടിലിരുന്നാലും ഭിക്ഷക്കാരുടെ ശല്യം, കോളേജിൽ വന്നാലും ഭിക്ഷക്കാരുടെ ശല്യം. എന്താ പറഞ്ഞേ? പറഞ്ഞപ്പോഴെന്താ കാത് പൊത്തിയിരുന്നോ? മനുഷ്യനെ അതിന് കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു വാളിന്റെ കുറവല്ലോ. എല്ലാരും അതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നത് പാവ ശോഭനയാ. അതിനവൾ ഐ ലവ് യു നല്ലല്ലോ പറഞ്ഞത്. ആരും കണ്ടില്ല കേട്ടില്ല. വായില്ലാത്ത വെട്ടുകത്തിയാണ് അവളുടെ നാവെന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂടെ? അവ കൊള്ളനെ വെച്ചിട്ടുണ്ട്. മൂക്കോണ്ട് ദീക്ഷ വരപ്പിക്കും അവള് തന്നെ. നിന്റെ ഈ ടെൻഷൻ മാറാൻ നമുക്ക് ഒരു സ്മോൾ അടിച്ചു പിരിയാം. 100 ഒരു പച്ച കിടപ്പില്ലേ പോക്കറ്റിൽ, അതിങ്ങെടുക്ക്. അയ്യോ, പൈസ പോയി. പൈസ നീ എടുത്തോടാ. ഞാനോ? അനാവശ്യം പറയരുത്. കാശടിച്ച് മാറ്റിയിട്ട് എനിക്കിട്ട് പണിയുന്ന സത്യം. കാശോടെ തെണ്ട മാത്രം പഠിച്ചാ പോരാ, തൊണ്ടി സൂക്ഷിക്കാനും പഠിക്കണം. ഇനി തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. കാശോടെ പോയെന്ന് എനിക്കറിയാം. എവിടെ? സുപ്രു എങ്ങോട്ടാ പോയത്? കണ്ണും മുട്ടില്ലാതെ വാണം വിട്ടാലോ എങ്ങോട്ടാടാ? പിന്നെ നമ്മുടെ സുബൈറും ശോഭനും ചിത്തും കൂടി കയറ്റി കിടന്ന് ഭയങ്കര പൂണ്ടി. കാര്യം എന്താ? കാര്യം തരാ 100 രൂപയുടെ പ്രശ്നം. സീരിയസ് ആണോടാ? ഇപ്പൊ സീരിയസാ. എങ്കിൽ വാടാ. അയ്യോ ഞാനില്ല. ഞാൻ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെച്ച ആളെ പ്രശ്നവും. എന്ത് പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എടാ, കളി എന്റെ അടുത്ത് വേണ്ട. എന്തോ തരിയുടെ ഒപ്പിച്ചുണ്ടല്ലോ എന്റെ വരവ്. വാടാ. ആഹാ, പ്രശ്നക്കാരനായ 100 രൂപ ഇവനാണല്ലേ കള്ളൻ. കാശിങ്ങടാ. ഇതൊരു അത്യാവശ്യം. ഒന്ന് വേഗം മാറാ. എടാ, ഇത് ആ പൊടി സ്വാമി. അതൊക്കെ സാർ. യെസ്. ആരാ? ഞാൻ സുന്ദരേശൻ. എന്താ കാര്യം?
കാര്യമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് ഫലമുണ്ടെന്നും തോന്നുന്നില്ല. അതെന്താടോ? തുടക്കത്തിലെ അടിച്ചു പിരിയുന്ന ലക്ഷണം കണ്ടു. താൻ എന്താ പുരൂർക്കുന്നത്? തന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവന്മാരാണല്ലേ ആര്? ആ 5 മരമാക്രികള്. അതെ സാർ. അപ്പൊ എന്നെ മനഃപൂർവ്വം കളിയാക്കാനാണല്ലോ. ഞാൻ സർക്കാരിന്റെ വന്നിരിക്കുന്നത്. ഇതെന്താടോ? ആഹാ, പ്യൂണാണല്ലേ? യെസ് സാർ. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതെ സാർ. അതെന്തിനായിരുന്നു? ഒരു അധ്യാപകന്റെ മൂക്കടിച്ച് തെറിപ്പിച്ചതിന്, എന്നെ വിക്കലെന്ന് വിളിച്ചതിന്. അപ്പൊ തന്റെ വിക്ക് ഒറിജിനലാണോ? അതെ സാർ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. സാറിന്റെ വിക്കും ഒറിജിനലാണോ? കടന്നു പോണം. ഓക്കെ സാർ. ദൈവമേ, ഈ വിക്കനെ കൊണ്ട് ഞാൻ വലിയുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അങ്ങനല്ലേ എന്റെ സ്വഭാവം. അതെന്താ? വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സൗന്ദര്യ ആരാധകനാ. ഈ പ്രകൃതിയുടെയും കെട്ടിടത്തിന്റെയും പിന്നെ പെൺകുട്ടികളുടെയും. പിന്നെ നമ്മൾ ഇത്ര ആത്മബന്ധത്തിലായോണ്ട് പറയാ, എനിക്ക് ഉപകാരം എന്തു? അല്ല, ഞാനൊരു പ്യൂണാണെന്ന കാര്യം മറ്റാരും അറിയരുത്. അതെന്താ? അത് പിന്നെ ഈ പെൺകുട്ടികളിൽ ആർക്കെങ്കിലും ലൈൻ അടിക്കുന്നു തോന്നിയാ ഈ ക്ലാസ് ഉദ്യോഗം ഒരു തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ. അപ്പൊ കണ്ടറിഞ്ഞു തന്നെയാണ് പുറപ്പാടല്ലേ?